ഇടുക്കിയിൽ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം. നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതയിലൂടെ വാഹനയാത്ര ദുരിതപൂർണമാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നവീകരണത്തിന് നടപടികൾ ആരംഭിച്ചത് നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു. 4.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിനായി 5.5 കോടി രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ ഏതാനും ഭാഗത്ത് മൺജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ കരാറുകാരൻ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ വളരെ ഉത്തരവാദിത്ത രാഹിത്യത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. 5.5 കോടി രൂപ മുതൽ മുടക്കിയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതിന് പിന്നിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥയാണ് ഒന്നാമത്തത്. നമ്മുടെ റോഡ് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കരാർ പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 2025 ഒക്ടോബർ മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് PWD അദ്ദേഹത്തിന് കരാർ പുതുക്കി കൊടുത്തിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കും? എത്ര ഇവിടെ മാജിക്ക് കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി 2 മാസം കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ കരാറുകാരൻ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA പോലും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. കാരണം ഇത്രയും നിരുത്തരവാദിത്വപരമായി ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ് ഈ കരാറുകാരൻ കാണിച്ചിരിക്കുന്നത്. ആദ്യ കരാർ അവസാനിച്ചതോടെ കരാർ പുതുക്കിയും നൽകി. പുതിയ കരാറിന്റെ കാലാവധിയും 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം എങ്ങുമെത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗട്ടറുകൾക്ക് പുറമെ പല ഭാഗത്തും മൺജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട പോലും സാധ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.